റവ കേസരിയിൽ ഒരു പരീക്ഷണം നടത്താമെന്ന്. റവ കേസരിക്ക് ആവശ്യമായ കാഷ്നട്ട് നെയ്യിൽ വറുത്ത് വെച്ചു ആദ്യം തന്നെ. അതിനുശേഷം ആ നെയ്യിൽ റവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. റവയ്ക്ക് ഇത്ര അളവെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള അത്ര റവ എടുത്ത് ആ നെയ്യിൽ തന്നെ വറുത്തെടുക്കുക. വറുത്ത റവയാണെങ്കിലും ഈ നെയ്യിൽ വറുത്തെടുക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. റവ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിൽ പിടിക്കാതെയും കരിയാതെയും. ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ റവ വറുത്തതിലേക്ക് നേച്ചുറൽ കളറായ മഞ്ഞൾപ്പൊടിയുടെ വെള്ളം ചേർക്കാം. ഫുഡ് കളർ ആവശ്യമുള്ളവർക്ക് ഫുഡ് കളറും ചേർക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം, റവ ഒന്ന് ആ വെള്ളത്തിൽ കിടന്ന് വേകാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. എനിക്ക് മറ്റേ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതിനാലാണ് പാത്രം തെന്നി പോകുന്നത്. കൊച്ചിനെ എടുത്തിരിക്കുകയാണ് ഞാൻ. അത് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് വിധം ഇളക്കി കൊടുക്കുക. അതൊന്ന് വേകാൻ പാകത്തിനുള്ള വെള്ളമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിൽ തെറ്റില്ല. നന്നായി ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്നത് പോലെ ഇളക്കി കൊടുക്കണം. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അത് ആവശ്യത്തിനില്ല എനിക്ക് എന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി വെള്ളം, സാധാരണ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് പഞ്ചസാര, മധുരം എത്രയ്ക്ക് ആവശ്യമുണ്ട് അത്രയ്ക്കും പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മധുരം നന്നായി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുക. ഉപ്പ് അത്ര പ്രാധാന്യമുള്ളതല്ല, എന്നാലും ഒരു ടേസ്റ്റിനായി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല. അത് നന്നായി മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും മധുരവും ഉപ്പും എത്തുന്നത് പോലെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്യുക. മധുരം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. മധുരം ആവശ്യത്തിനില്ലെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് നെയ്യ് ആവശ്യത്തിന്, എത്ര നെയ്യ് ഒഴിച്ചാലും റവ കേസരിക്ക് മാധുര്യവും രുചിയും കൂടുകയുള്ളൂ. അതിനാൽ നെയ്യ് ആവശ്യത്തിൽ അധികം ചേർക്കാമെന്ന് പറയാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്തുന്നത് പോലെ മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ച കാഷ്നട്ട് വിതറി കൊടുക്കുക. മുന്തിരി ചേർക്കുന്നതിലും തെറ്റില്ല കേട്ടോ. മുന്തിരിയും കാഷ്നട്ടും വറുത്ത് ചേർക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. കാഷ്നട്ട് വിതറിയ ശേഷം പതിവ് പോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി കൊടുക്കുക. കാഷ്നട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ. ഞാനിട്ടപ്പോൾ കുറച്ച് സ്ഥലത്ത് കൂടിപ്പോയി, അതുകൊണ്ട് ഞാനത് എടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കുന്നതാണ് കാണുന്നത്. അതൊരു പാത്രത്തിൽ ചൂടാറുന്നതിന് മുൻപ് തന്നെ കുറച്ച് പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ഒരു ഷേപ്പ് വരുത്തിക്കാനുള്ള തന്ത്രപ്പാടാണ് കേട്ടോ. ആ പാത്രത്തിലേക്ക് പകർത്തി ആ സ്പൂണ് കൊണ്ട് തന്നെ നമുക്ക് അത് നന്നായി ഒന്ന് അമർത്തി കൊടുക്കാം. ആ പാത്രം ഫില്ലാകുന്നത് വരെ നമുക്ക് അതിലേക്ക് പകർത്താം. അത് പകർത്തിയതിന് ശേഷം കാഷ്നട്ടും എല്ലാം മുകളിലും താഴെയും വരുന്നത് പോലെ നന്നായി സ്പൂണ് വെച്ച് അമർത്തുക. അമർത്തിയതിന് ശേഷം നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് കമത്തി നോക്കാം. ആ ഷേപ്പ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കടമ്പ മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കുക. കാണാൻ ആ പാത്രത്തിൻ്റെ ഷേപ്പ് തന്നെ വന്നിട്ടുണ്ട്. കാഷ്നട്ട് അടിഭാഗത്ത് ഇല്ല എങ്കിൽ കുറച്ച് കാഷ്നട്ട് എടുത്ത് മുകളിൽ അലങ്കരിക്കാം. ടേസ്റ്റ് ചെയ്യുന്നതിന് 2 പേരെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഒരാൾ ടേസ്റ്റ് ചെയ്തു, നല്ലതാണെന്ന് പറഞ്ഞു. അടുത്ത ആൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. താഴെ വീഴാതെ പതുക്കെ സൂക്ഷിച്ചെടുത്ത് താഴെ വീഴാതെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആള് നല്ല അഭിപ്രായം.